മൂന്നാം വാർഷിക തിളക്കത്തിൽ ഹയ ഗോൾഡ് പുതിയ വിസ്മയങ്ങൾ തീർക്കാൻ ഒരുങ്ങുന്നു. ഓരോ 50,000 രൂപയുടെ ഗോൾഡ് പർച്ചേസിനും ഗോൾഡ് കോയിൻ സമ്മാനം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 75% ഡിസ്കൗണ്ട്. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്, വണ്ടൂർ. മാസം തോറും 1000 രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം. മാസം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് 12,000 രൂപയുടെ സ്വർണം സ്വന്തമാക്കാം. മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, വണ്ടൂർ. വാഹനാപകടത്തിൽ മരിച്ച വണ്ടൂർ ചെട്ടിയാറമ്മൽ സ്വദേശി പൊത്തങ്ങോടൻ നൌഷാദ് അലിയുടെ അപ്രതീക്ഷിത വിയോഗത്തിൽ നാട് അനുശോചനം രേഖപ്പെടുത്തി. വണ്ടൂർ ടൌണിൽ സർവകക്ഷി നേതൃത്വത്തിൽ മൌനജാഥയും അനുശോചന യോഗവും നടത്തി. മൌനജാഥയ്ക്ക് ശേഷം വണ്ടൂർ ടാക്സി സ്റ്റാൻഡ് പരിസരത്ത് നടന്ന അനുശോചന യോഗത്തിൽ AP അനിൽകുമാർ MLA, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ കാപ്പിൽ മുരളി, അനിൽ നിരവിൽ, VK തങ്ങൾ, ഗിരീഷ് പൈക്കാടൻ, A ഷിഹാബ്, KC കുഞ്ഞിമുഹമ്മദ്, EP ഗോപാലകൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് BM സീന, ഷെരീഫ് തുറക്കൽ, ഫിറോസ് മഞ്ചേരി, A രാജൻ, ഷൈജൽ അടപ്പറ്റ എന്നിവർ പ്രസംഗിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാലത്തെ ബന്ധം. 5-8 ദിവസം മുമ്പാണ് എൻ്റെ അടുത്ത് മങ്കട ഫുട്ബോളിൻ്റെ ഒരു മീറ്റിംഗ് ഫുട്ബോൾ നടക്കുന്നുണ്ട്, എന്തായാലും ഒരു ദിവസം വരണം എന്ന് പറഞ്ഞത്. ഞാൻ ചോദിച്ചു, അവസാനം എന്നെ ഇന്ന് ഒഴിവാക്കും. ഇതിലെന്തായാലും ഒഴിവാക്കാൻ പറ്റില്ല, മങ്കട വന്നേ പറ്റൂ എന്ന് എന്നോട് വാശിയോട് പറഞ്ഞത് ഒരാഴ്ച കഴിഞ്ഞിട്ടും ഞാൻ ഓർക്കുകയാണ്. ഞാൻ ഓരോ കാര്യത്തിൽ ഔഷാദുമായി ബന്ധപ്പെട്ട ഒരുപാട് ഓർമ്മകൾ മനസ്സിലുണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഈ അങ്ങാടിയുടെ അന്തരീക്ഷത്തിൽ നൗഷാദിൻ്റെ ശബ്ദം ഒരുപാട് കാലം നിലനിൽക്കും. അത്രമാത്രം മുദ്രാവാക്യം വിളിച്ച് അനൗൺസ്മെൻറ്റ് നടത്തിയുമൊക്കെ ഇവിടെ ഏറ്റവും നിറഞ്ഞു നിന്നിരുന്ന വ്യക്തിയാണ്. ഫുട്ബോളിൻ്റെ കാര്യത്തിൽ, രാഷ്ട്രീയത്തിലും ഫുട്ബോളിലും ഒരുപോലെ ഫുട്ബോൾ സംഘടിപ്പിക്കുന്ന കാര്യത്തിൽ, അതുമായി ബന്ധങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഒക്കെ വളരെ സജീവമായ ഇടപെടലുകൾ നടത്തിയിരുന്ന ആളായിരുന്നു നൗഷാദ്. ഒരുപാട് പ്രയാസങ്ങളൊക്കെ നൗഷാദിനുണ്ടായിരുന്നു. പക്ഷേ ആ പ്രയാസങ്ങളൊന്നും പുറത്ത് കാണിക്കാതെ ഇവിടെ സൂചിപ്പിച്ച പോലെ ആ ഒരു ആകാരം, ആ ഒരു എടുപ്പും നടപ്പുമൊക്കെ എല്ലാ പ്രയാസങ്ങളെയും മാറ്റിവെച്ചുകൊണ്ടുള്ളതായിരുന്നു. ഏതായാലും അപ്രതീക്ഷിതമായി നമ്മളിൽ നിന്ന് നൗഷാദ് പോയിരിക്കുകയാണ്. നൗഷാദിൻ്റെ വേർപാട് നമുക്കൊക്കെ മനസ്സുകളിൽ ഒരുപാട് ഓർമ്മകളും ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ് എന്നുള്ള കാര്യം സംശയമില്ല. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനുണ്ടായിട്ടുള്ള ഒരു നഷ്ടം എന്ന് പറയുന്നത് വളരെ വളരെ വലുതാണ്. അതിൻ്റെ വേദനയുടെ ആഴങ്ങൾ പറയാൻ കഴിയില്ല. അത്രമാത്രം കുട്ടികളുടെ കാര്യത്തിലായാലും മറ്റ് ബന്ധുക്കളുടെ കാര്യത്തിലൊക്കെ വലിയ നഷ്ടമാണ് അവർക്കുണ്ടായിട്ടുള്ളത്. ജനിച്ചാൽ മരണം അനിവാര്യമാണ്. എന്നാൽ ചില മരണങ്ങളെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല, അംഗീകരിക്കാൻ കഴിയില്ല. അനിവാര്യതയാണ് എന്ന് പറഞ്ഞാൽ എത്ര പറഞ്ഞാലും മനസ്സനുവദിക്കില്ല. നൗഷാദ് ഇവിടെ സൂചിപ്പിച്ചു, ഒരു കുടുംബത്തിൻ്റെ മാത്രം അത്താണിയല്ല നൗഷാദ്. അവൻ്റെ സഹോദരങ്ങൾ, അവൻ്റെ പിതാവിൻ്റെ സഹോദരങ്ങൾ, അവൻ്റെ മാതാവിൻ്റെ സഹോദരങ്ങൾ, അതിലെല്ലാം ഉണ്ടാകുന്ന എന്ത് പ്രശ്നങ്ങളെയും തൻ്റെ മെയ്വഴക്കം കൊണ്ട്, വാക്സാമർത്ഥ്യം കൊണ്ട് കൈകാര്യം ചെയ്തിരുന്ന വ്യക്തിയാണ് നൗഷാദ്. നമുക്കാർക്കും ആ വിടവ് നികത്താൻ സാധിക്കില്ല. രാഷ്ട്രീയ രംഗത്ത് പോലെ തന്നെ കായിക രംഗത്ത്, ജീവകാരുണ്യ പ്രവർത്തന രംഗത്തെല്ലാം സജീവമായിരുന്നു നൗഷാദ്. നൗഷാദിൽ നിന്ന് കണ്ടുപഠിക്കേണ്ട ഒരു പാഠം, എന്ത് പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യാനുള്ള ഒരു മനസ്സ്, ശക്തി അത് നൗഷാദിനുണ്ടായിരുന്നു. എന്തായാലും നൗഷാദ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കളിക്കൂട്ടുകാരൻ കൂടിയാണ് നൗഷാദ്. ഒരേ പ്രദേശത്ത് ജനിച്ച് ഞാനും നൗഷാദും തമ്മിൽ 2 വയസ്സിൻ്റെ വ്യത്യാസം ഞാൻ. എന്തായാലും വണ്ടൂരിൻ്റെ മുഖമായിരുന്ന നൗഷാദിൻ്റെ വേർപാടിൽ അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങൾക്ക്, അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിന്, വണ്ടൂരിന് പൊതുമണ്ഡലത്തിന് വന്ന നഷ്ടത്തിൽ വ്യക്തിപരമായും ഞാൻ പ്രദാനം ചെയ്യുന്ന പാർട്ടി CPIM-ൻ്റെയും ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് നൗഷാദിൻ്റെ കുടുംബം എന്ന് പറയുന്നത് ഒരു മകനിപ്പോൾ ചെറിയൊരു ജോലി ആയിട്ടേ ഉള്ളൂ. ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്, വേറെ കുട്ടിയുണ്ട്.
ബാധ്യതകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും തോളോട് തോൾ ചേർന്ന് ആ കുടുംബത്തെ സംരക്ഷിക്കാൻ ആവശ്യമായ തീരുമാനം കൂടി തുറന്നെടുക്കണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളൊക്കെ ഓരോരുത്തരും സ്വന്തം നൗസാദിന്റെ വലിപ്പം നമ്മൾ കണ്ടത് ഈ മരണാനന്തരമായ നൗസാദിന്റെ ആ സാന്നിധ്യം നിറഞ്ഞ സദസ്സിന്റെ അല്ലെങ്കിൽ ആളുകളുടെ മേഖലകളിലെ മനുഷ്യരുടെ ബന്ധം കൃത്യമായി അടുപ്പത്തിന്റെ കാര്യം. ഒന്ന് ഞാനിങ്ങനെ ചായ കുടിച്ചിട്ട സമയത്ത് ഒരു 8-10 ആൾക്കാർ ഇങ്ങനെ നിരന്ന് ഞാൻ CTP മാർഷും സഹിച്ച പിന്നെ മാർഷൊക്കെ കുത്തിരുന്ന് പിന്നെ ഫസലേക്ക് മാർഷ് ഉൾപ്പെടെ ഞങ്ങളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടുന്ന് പോലെ ഓരോ മീൻ കച്ചവടക്കാർ പറയുന്ന ചില വാചകങ്ങളുണ്ട്. അങ്ങനെ ഒരു നിറഞ്ഞു നിൽക്കുന്ന 100% നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഒന്നും അറിയാതെ നൗസാദിനോട് ആ ഫുട്ബോൾ കമ്മിറ്റിക്കാർ പറഞ്ഞു ഞങ്ങളെ വണ്ടി ഏർപ്പാട് ചെയ്തിട്ട് അത് കൊടുങ്ങാണ്ട് നിങ്ങൾ അങ്ങോട്ട് കൊണ്ടാക്കി തരാറുള്ളപ്പോ ഇന്ത്യയൊക്കെ വണ്ടി ഉണ്ട്, ഞാൻ വന്നോളാം. നൗസാദിന്റെ കുട്ടിനെയും കയറ്റിയിട്ടാ പോകണം. എന്നിട്ട് ആ മകനുണ്ടായൊരു ഹൃദയത്തിലുണ്ടായൊരു സന്തോഷമുണ്ട്. ആ പന്തലിയുമായി കണ്ട രംഗത്തൊക്കെ എന്നോടൊരാൾ ഇങ്ങനെ പറഞ്ഞപ്പോ പറയാം. അങ്ങനെ ഇപ്പോ നൗസാദിന്റെ പ്രത്യേകത ഞാൻ നീട്ടി പറയുന്നില്ല, 3 പോയിന്റ് നമുക്ക് പറയാം. അടുത്ത ദിവസം തൊഴിലാളികളുടെ സംഗമവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ MLA-നോട് സംസാരിച്ചു. ആ പരിപാടിയിൽ MLA വരേണ്ടതും MLA നടത്തേണ്ടതായ പ്രസംഗങ്ങളൊക്കെ ഇവിടെ ഈ സംയുക്ത യൂണിയന്റെ ആളുകളൊക്കെ ഇതിനകത്തുണ്ട്. അത് തുടക്കം മുതൽ അവസാനം വരെ നൗസാദാണ് കൊണ്ട് നടന്ന് പൂർത്തീകരിച്ച് അവസാനിപ്പിച്ചത്. ഞങ്ങൾ പലപ്പോഴും നോക്കിയത് നൗസാദ് ഇന്നലെ വരെ കാണിക്കാത്ത, അപ്പൊ ഈ അടുത്ത കാലത്ത് നടന്ന രാഷ്ട്രീയം പറയുമ്പോൾ അങ്ങനെ പറയാം, അല്ലെങ്കിൽ തന്നെ 2 ജാഥകൾ നടന്നപ്പോ ആ ജാഥയിലെ അനൗൺസർ നൗസാദാണ്. കൊച്ചിയിലും ആ വണ്ടി വന്നപ്പോ അനൗൺസ് ചെയ്തിങ്ങനെ സൈജലും അതേപോലെ തന്നെ മുരളിയൊക്കെ നയിക്കുന്ന ആ ജാഥ ഇങ്ങനെ വന്ന് കൊച്ചിയിൽ നിൽക്കുന്ന സമയത്ത് അങ്ങനെ നോക്കുമ്പോ അടുത്ത പ്രാസംഗികരാരും വരുന്നില്ല. നൗസാദ് ആ മൈക്കവിടെ വെച്ച് അനൗൺസ് ചെയ്ത നൗസാദ് നേരെ പ്രസംഗം തുടങ്ങി. എന്നോട് ആ ചായ അടിച്ചിട്ട് കുറച്ച് ആൾക്കാർ കൊച്ചിന്ന് പറഞ്ഞു, ഈ ചെങ്ങായി കിട്ടും രീതിയില് മണിക്കൂർ കണക്കിന് സംസാരിക്കാൻ കൃത്യമായി. DK ബർവ ഇവിടെ വന്ന സമയത്ത് പിന്നെ ശിവകുമാർ വന്ന സമയത്ത് അദ്ദേഹത്തിന് ആ മൈക്കുമായി ബന്ധപ്പെട്ടിട്ട് ഒരു അതിനപ്പുറം ഞാൻ കാണുന്ന ഒരു കാഴ്ച ഞാൻ ചാനലിൽ കൃത്യമായി ഇന്നൊന്ന് എടുത്തു നോക്കിയതാണ്. ഈ പോലീസ് സ്റ്റേഷൻ മാർച്ചിലേക്ക് കോൺഗ്രസിന്റെ മാർച്ചടക്കുന്ന സമയത്ത് അവിടെ വെച്ച് പോലീസുമായി സംഘർഷം ഉണ്ടായി. ഏത് സമയത്ത് എന്തു സംഭവിക്കുന്നില്ലക്ക് പടഞ്ഞു നിർത്താൻ പോലും പറ്റാത്തൊരവസ്ഥ വന്നപ്പോ നൗസാദിന്റെ ആ മൈക്ക് എടുത്തിട്ട് ഒരു മുദ്രാവാക്യം വിളിച്ചു. അതവിടെ ആ സമയത്ത് ചെയ്യേണ്ടതാണ്. എന്നിട്ട് വൈലന്റായി നിൽക്കുന്ന അല്ലെങ്കിൽ വളരെ ശക്തമായി പ്രതിഷേധിച്ച് പ്രതികരിക്കുന്ന ആ സമൂഹത്തെ അല്ലെങ്കിൽ ആ കൂട്ടത്തെ ആ പ്രകടനത്തിലെ അംഗങ്ങളെ വൈകാരികമായി നിൽക്കുന്ന അവരെ പിടിച്ചു നിർത്താൻ ആ മുദ്രാവാക്യത്തിന്റെ ആജ്ഞയാണ് നമ്മൾ പറഞ്ഞത്. ആ സൗണ്ടും ആ കാലവടിവും ബോഡി ലാംഗ്വേജും ഒക്കെ അതൊരു മൗസാണ്. ഈസ്റ്റ് ലൈവ് വണ്ടൂർ. ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ വൻ ശേഖരവുമായി ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ്. ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു. ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ്, കാളികാവ് റോഡ്, വണ്ടൂർ. സ്വർണം സ്വന്തമാക്കാൻ നിരവധി അവസരങ്ങൾ അലിസൺ ഗോൾഡ് സൂക്ക് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിവാഹ പാർട്ടികൾക്ക് അഡ്വാൻസ് ബുക്കിംഗിലൂടെ 0% പണിക്കൂലിയിൽ സ്വർണം സ്വന്തമാക്കാം. അലിസൺ ഗോൾഡ് സൂക്ക്, AM മാർക്കറ്റ്, മണലിമൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ.